ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കളർ ബ്ലീച്ചാണ് ചെയ്യുന്നത്. അതായത് ഇത് കണ്ടില്ലേ, ഇത് വൈറ്റ് ഷാളാണ്. അത് ചെറിയ കളറിന് ചെറിയ മങ്ങൽ വന്നപ്പോൾ ഞാനതെടുത്ത് ഉപയോഗിക്കാതെ ഇട്ടൊരു ഷാളായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ ഇനി അത് കളർ ബ്ലീച്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ ചുരുട്ടി വെക്കുകയാണ്. റൗണ്ട് ചെയ്ത് കണ്ടില്ലേ, ഇത് കാണിക്കുന്ന കണക്ക് പിരിച്ച് ചുരുട്ടിയാണ് വെക്കുന്നത്. നല്ലതുപോലെ പിരിച്ച് കണ്ടില്ലേ, അത് സ്റ്റാർട്ടിങ് തൊട്ടേ നല്ലതുപോലെ പിരിച്ച് മുറുക്കി അതിനെ ഇതുപോലെ റൗണ്ട് ചെയ്ത് ചുരുട്ടി അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയെന്ന് വെച്ചാൽ 2 റബ്ബർ ബാൻഡ്, അതായത് 4 പാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റബ്ബർ ബാൻഡ് ഇടുന്നത്. ഇപ്പോൾ ഈ 4 പാർട്ട് ആക്കേണ്ടെന്നുണ്ടെങ്കിൽ 2 പാർട്ട് മതിയെങ്കിൽ ഈ ഒരു റബ്ബർ ബാൻഡ് ഇതാകുമ്പോൾ റബ്ബർ ബാൻഡ് ആകുമ്പോൾ പിന്നെ നമ്മൾ ഈ കളർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒന്ന് അനങ്ങാതെ അതേ സ്റ്റഫായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് നീറ്റായിട്ട് അത് കളർ ചെയ്യാനും പറ്റും. അതിനാണ് ഈ റബ്ബർ ബാൻഡ് ഇട്ടത്. ഇനി വെച്ചാൽ ഇതിനെ 4 പോർഷനാക്കി. ഈ 4 പോർഷനിലും ഒരു കളർ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പം എനിക്കൊരു പല കളറിലെ ഒരു ചുരിദാറുള്ളതുകൊണ്ട് അതിൻ്റെ സെയിം ഒരു ഷാള് ഞാൻ തന്നെ ബ്ലീച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ 4 കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും അക്ലിക് കളറാണ്. ഇതുപോലെ പിരുത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇനി നമ്മളത് ഇതിപ്പോൾ 3 കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയൊരു പ്ലാസ്റ്റിക് ബൗളിലോട്ട് വെറുതെ വെള്ളം, ഇത് വെറും വാട്ടർ മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള അക്ലിക് കളറിൻ്റെ ലൈറ്റ് ബ്ലൂ കളർ പ്ലസ് ഡാർക്ക് ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഒരു എഫക്റ്റ് വരാനായിട്ടാണ്. നമുക്കത് നല്ല ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മാത്രം മതി. അത്രയും ഭാഗം നമുക്കത് ബ്ലീച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇതിപ്പം ഷാളെന്ന് മാത്രമല്ല, നമുക്ക് വൈറ്റ് ക്ലോത്തോ അല്ലെങ്കിൽ വൈറ്റ് ബനിയനോ അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും നമുക്ക് അതായത് ക്രീം കളറിലെ എന്തെങ്കിലും കറയോ അഴുക്കോ പറ്റി അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് തന്നെ അത് സിമ്പിളായിട്ട് ഇതുപോലെ ബ്ലീച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ആ ഒരു 4 പോർഷനിൽ ഒരു പോർഷൻ ഞാൻ ഇതുപോലെ ബ്ലൂ കളറ് ചെയ്യാണ്. വെറുതെ നല്ല വീതിയുള്ള ബ്രഷ് അല്ലെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ചാലും മതി. സ്പോഞ്ച് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആ സ്പോഞ്ച് ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പം സ്പോഞ്ച് വെച്ചാണെങ്കിൽ ആദ്യം ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം വീതിയുള്ള ബ്രഷ് വെച്ച് ഞാൻ ആ ഒരു കറക്റ്റ് പറഞ്ഞാൽ ആ ഒരു വാട്ടർ, ഇനി ആ ബ്ലൂ പോർഷൻ കംപ്ലീറ്റ് കഴിഞ്ഞപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ റെഡ് കളർ മിക്സ് ചെയ്യാണ്. ഇതും ബൗളിൽ കുറച്ച് വെള്ളം വെച്ചതേ ഉള്ളൂ. ഒരുപാട് വാട്ടറല്ല, ഫുൾ വാട്ടറല്ല. നമുക്ക് എത്രത്തോളം ആവശ്യമാണ് അത്രത്തോളം കുറച്ച് വെള്ളം വെച്ചുകൊണ്ട് അത് ഇതാണ്ടല്ലേ നമ്മളത് ഒരു ലിക്വിഡ് പോർഷനാക്കി എടുക്കുകയാണ്. റെഡ് ലിക്വിഡ് ആക്കി എടുക്കുകയാണ്. നമ്മൾ അക്ലിക് കളർ തന്നെയാണ് ഇതാണ്ടില്ലേ ഒലിച്ച് പോകണം. അതേപോലെ ലിക്വിഡ് പോർഷനാക്കി എടുക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അത്രയും വെള്ളത്തിൻ്റെ ഒരു അളവ് കുറച്ചാൽ മാത്രം മതി. ഇതിപ്പം ആ ഒരു ഷാൾ കംപ്ലീറ്റ് നമുക്ക് റെഡ് വേണമെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇതുപോലെ ചുറ്റും റെഡ് ചെയ്തെടുക്കാനും പറ്റും. ഇതിനിപ്പം ഞാൻ അതിൻ്റെ ഒരു പോർഷനിൽ ഗോൾഡൻ യെല്ലോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗോൾഡൻ കളർ വെറുതെ നമ്മളതുപോലെ വെറുതെ കളറ് അതിൽ പ്രസ് ചെയ്തതേ ഉള്ളൂ. ആ ഒരു റബ്ബർ ബാൻഡ് മാറ്റുമ്പോൾ 4 പോർഷനും പതുക്കെ നമുക്ക് എടുത്ത് അത് നിവർത്തി ഇടുമ്പോഴത്തേക്ക് ഇതുപോലെ ഫുൾ കളർ അത് ഒരു മണിക്കൂറോളം നമ്മൾ ഹൈ സ്പീഡിൽ ഫാനിൻ്റെ ചുവട്ടിൽ വേണം. അത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം വേണം നമ്മളത് നിവർത്തി നോക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് നീറ്റായിരിക്കും. ഇതാണ് ഷാള്. ഈ കളറ് കഴുകിയാൽ കൂടിയും പോകത്തില്ല. അതാണ് ഫാബ്രിക് കളറിൻ്റെ ഒരു പ്രത്യേകത.